യൂത്തിൻ്റെ കലാപം നടന്നപ്പോൾ ആ കലാപത്തെ അടിച്ചമർത്തിന് വേണ്ടി ഡ്രോൺ ഉപയോഗിച്ച് വന്നും ബുൾഡോസർ ഉപയോഗിച്ച് വന്നും അതുപോലെ തന്നെ പിന്നെ ബോംബ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്നും മിസൈൽ ഉപയോഗിച്ച് വന്നും വളരെ വ്യാപകമായി യുവാക്കളെ അടക്കം ആയിരക്കണക്കിന് യുവാക്കളെയും യുവതികളെ അടക്കം കൊന്നു, ചുട്ടുകൊന്നും പലരെയും പിടിച്ചുകൊണ്ട് പല രൂപത്തിലേക്കുള്ള വലിയ രൂപത്തിലേക്കുള്ള കലാപം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് വളരെ വളരെ ഗൗരവതരമായ ഒരു വിഷയം. അതോടുകൂടി അവർക്കെതിരെ അവിടുത്തെ ട്രിബ്യൂണൽ വലിയ കേസെടുത്തു. ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വളരെ വലിയ കേസെടുത്തു. ആ കേസിൻ്റെ ഫലമായി ആ കേസ് തുടങ്ങിയ സമയത്ത് തന്നെ ഇവർ ഇന്ത്യയിലേക്ക് ചേക്കേറി, ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു. ഒളിച്ചല്ല താമസിക്കുന്നത്, കാരണം അവർ പ്രസ് മീറ്റിന് വരാറുണ്ട്, അല്ലെങ്കിൽ പ്രസ് നോട്ട് കൊടുക്കാറുണ്ട്. എന്തായാലും സ്ഥിതി അവർ 2021 ആഗസ്റ്റ് 5-ന് അവർ ഹസീന രാജിവെച്ചിട്ട് അവർ എവിടെ വന്നു? ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ താമസമാക്കി എന്നുള്ളതാണ്. ഡാക്കയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ കേസ് അവർക്ക് ഒരു കേസ് തുറന്നു. ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന കേസ് തുറന്നു. അതായത് ഹ്യൂമാനിറ്റിക്കെതിരെ, മാനവികതയ്ക്കെതിരെ അവർ പ്രവർത്തിച്ചു, ഒരുപാട് ആളുകളെ കൊന്നു എന്ന് പറയുന്നതാണ് അവരുടെ പേരിലുള്ള ആക്ഷേപം. പക്ഷേ എന്താണ്? അബറ്റ്മെൻറ്റ്, ഇൻസൈറ്റ്മെൻറ്റ്, കോംപ്ലക്സിറ്റി, ഫെസിലിറ്റേഷൻ, കോൺസ്പിറസി ആൻഡ് ഫെയിലിയർ ടു പ്രിവെൻറ്റ് മാസ് മർഡർ, മാസ്സായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടക്കൊല ഒഴിവാക്കുന്നതിൽ അവർക്ക് പറ്റിയില്ല